ഉയർപ്പ് ഞായറാഴ്ച കഴിഞ്ഞ് മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിവേഗം സമയം കടന്നു പോകുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഈ പന്തക്കുസ്തായിലേക്ക് നീക്കാൻ നമ്മൾ കൈപിടിച്ച് കൊണ്ടുപോകാനാണ് സഭ ശ്രമിക്കുക. പന്തക്കുസ്ത അനുഭവത്തിലേക്ക് ശിഷ്യന്മാർ കടന്നു വന്നതിൻ്റെ ചിന്തകളൊക്കെയാണ് പ്രധാനമായി നമുക്ക് നൽകുന്നത്. അതേസമയത്ത് ശിഷ്യപ്രമുഖനെ തമ്പുരാൻ തൻ്റെ പ്രത്യക്ഷീകരണ കാലഘട്ടങ്ങളിൽ അധികാരം കൊടുത്ത് സഭയുടെ ഘടന പൂർത്തിയാക്കുന്നതാണ് ഇതിൻ്റെ ചിത്രീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ ദൗത്യം നിർവഹിച്ചിട്ട് വെറുതെ അങ്ങ് പോവുകയല്ല ചെയ്ത്, ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ഒരു ഘടനയുണ്ടാക്കി അതിൻ്റെ തലവനെ നിശ്ചയിച്ചു. ഇതാണ് പത്രോസ്. പത്രോസിൻ്റെ ലൈഫിൽ നമുക്കറിയാം 2-3 ഘട്ടങ്ങളുണ്ട്. ഒന്നാദ്യം സ്നേഹിച്ച് കൂടെ നടന്നൊരു കാലം, നിനക്ക് വേണ്ടി ജീവൻ തന്നെ ത്യജിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് 13 അധ്യായം 14 വാക്യത്തിലും പറയും ജീവൻ തന്നെ ത്യജിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ കാലം ഒന്ന്. അത് കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു, 3 പ്രാവശ്യം തള്ളിപ്പോയി. അത് രണ്ടാമത്തെ ഘട്ടമല്ലേ. മൂന്നാമത്തെ ഘട്ടം വന്നപ്പോൾ ഡിപ്രഷനായി, ഉപേക്ഷിച്ചിട്ട് പോയി, ആ പണിയല്ലേ ഉപേക്ഷിച്ചിട്ട് വഴി മീൻ പിടിക്കാൻ പോയ കാലഘട്ടം. അത് കഴിഞ്ഞ് 4ാമത്തെ ഘട്ടം വരുമ്പോഴാണ് പുനരുദ്ധരിക്കപ്പെടുന്ന കാലം. കർത്താവ് പത്രോസിനെ പുനരുദ്ധരിച്ച ശിഷ്യത്വത്തിലേക്ക് വീണ്ടും. അതാണ് അവസാനം നമ്മൾ കാണുന്നത്. യോഹന്നാൻ്റെ മകനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എൻ്റെ ആടുകളെ മേയ്ക്കുക. 3 പ്രാവശ്യം യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുമോ? എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ 3 പ്രാവശ്യം. 3-ാം പ്രാവശ്യം ചോദിച്ചപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, സീതാ ബൈബിളിൽ പറയുന്നത് എൻ്റെ പെണ്ണാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് എല്ലാവരെയും മേയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ ഘടന പൂർത്തിയാക്കുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. സഭ കർത്താവിൻ്റെ ഉത്ഥാനവും സർക്കാരിന് ശേഷം തുടരുന്നുകൊണ്ടിരിക്കുന്നു 2ാമത്തെ വരവ് വരെ. ഇത് വാസ്തവത്തിൽ ആരംഭിക്കുന്ന നമുക്കറിയാം മോശയുടെ വിളിയിലാണ്. മോശയുടെ വിളി സീനായ് മലയിലാണ്. സീനാമല നമുക്കറിയാം, ഇസ്രായേൽ പോയിട്ടുള്ളവർക്കറിയാം. ഇസ്രായേലിൻ്റെ ആ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം സഞ്ചരിച്ച് എല്ലാം കണ്ട് കേട്ട്, എവിടെയെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ബേത്ലഹേം കണ്ടു, കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ കല്ലറ കണ്ടു, കർത്താവിൻ്റെ ജന്മസ്ഥലമായ ബേത്ലഹേമിലെ ആ ജനിച്ച സ്ഥലം കണ്ടു, പിന്നെ കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയുടെ സ്ഥലം കണ്ടു. ഈ സ്ഥലമെല്ലാം കണ്ട് കാനായിലെ കല്യാണത്തിൻ്റെ സ്ഥലം കണ്ടു. ഇതിനുശേഷം കർത്താവ് ഒലിവുമലയിൽ പ്രാർത്ഥിക്കാൻ പോയിരുന്ന ഗെത്സമേൻ തോട്ടം കണ്ടു. അതിനുശേഷം പിന്നെ ഒലിവുമലയിലേക്ക് പോയി അവിടുത്തെ സ്വർഗസ്ഥനായ പിതാവിനുള്ള പ്രാർത്ഥന ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന, ലോകത്തിലെ എല്ലാ ഭാഷകളിലും മലയാളത്തിലും ഉണ്ട്, സ്വർഗസ്ഥനായ പിതാവ് എഴുതി വെച്ചിരിക്കുന്ന, ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന ദേവാലയം കണ്ടു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് കെയ്റോയിലേക്ക് പോകുക. അതെന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? കുഞ്ഞിനെയും കൊണ്ട് ഓടി താമസിച്ച ദേവാലയമാണ് കെയ്റോയിലുള്ളത്. അത് കണ്ടിട്ടാണ് നമ്മൾ ഒരു ഗ്രൂപ്പ് അവിടെ നിന്ന് തിരിച്ച് കെയ്റോ വഴി നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. പോകുന്ന വഴിയാണ് സീനായ് മല. പോയിട്ടുള്ളവരെ ഓർത്തോളുകയും, പോകുന്ന വഴി സീനായ് മലയിൽ അവിടെ നമ്മൾ ദൂരെ വണ്ടിയിൽ ഇറങ്ങി കുറേ നടന്ന് പിന്നീട് നമ്മളെ അങ്ങോട്ട് ജീപ്പെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവിടെ സെൻറ്റ് കാതറീൻ്റെ ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൻ്റെ തൊട്ട് സൈഡിൽ ഇപ്പോഴും, അതായത് നമുക്ക് ചെന്നാൽ കാണാൻ പറ്റും, അതായത് മുൾപ്പടർപ്പ് കത്തി നിന്നിരുന്നിടത്ത് വലിയൊരു മുൾപ്പടർപ്പ് സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് സ്ഥലം. ഇതാണ് ഹോർബ് മല. ഹോർബ് മലയും സീനായ് മലയും ഒന്ന് തന്നെയാണ്. അതായത് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ഏലിയ പ്രവാചകൻ ഓടിയത് അങ്ങോട്ടാണ്. ഒരു വലിയ വമ്പൻ മലയാണ്. ആ മലയാണ് ദൈവ സാന്നിധ്യത്തിന് പ്രതീകമായി നിന്നത്. അവിടെ വെച്ച് തന്നെയാണ് ഈ ഉടമ്പടി ഉണ്ടായത്. ആദ്യത്തെ ഉടമ്പടി മലമുകളിലേക്ക് മോശ കയറിപ്പോയെന്ന്. വാസ്തവം മല കണ്ടാൽ കയറിപ്പോയ 40 തന്നെ എടുക്കുക, അത്രയും മല കൊണ്ട് മുകളിലാണ്. അപ്പോൾ ആ താഴ്വരയിൽ നിന്നിരുന്ന ജനം തിരിച്ചു വന്നപ്പോൾ കാളക്കുട്ടി കാര്യമൊക്കെ നമ്മൾ കണ്ടു. അവൻ്റെ കൽപ്പന തലിച്ച് ഇറങ്ങി പൊട്ടിച്ചതിന് ശേഷം വീണ്ടും പോയി കർത്താവ് വീണ്ടും 2ാം കൽപ്പനയെ കൊടുത്തു. എൻ്റെ ജനമാണ് നിങ്ങൾ എന്ന് പറയുന്ന സ്ഥലം, നിങ്ങൾ എൻ്റെ ജനം, ഞാൻ നിങ്ങളുടെ ദൈവം. 3 ദിവസം യാത്ര ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്ന് എനിക്ക് ആരാധന അർപ്പിക്കുകയെന്ന് മോശയോട് പറഞ്ഞാൽ, ആ സീനായ് മലയാണ് ആദ്യത്തെ അവിടുത്തെ ആ വിളി. മോശയുടെ വിളിയാണ് ആദ്യത്തെ പ്രവചനമായിട്ട് വരുന്നത്. പിന്നീട് നമ്മൾ SK പ്രവാചകൻ ദർശനത്തിലേക്ക് കടക്കും. അത് കഴിഞ്ഞ് പൗലോസ് എഫെസർക്ക് ലേഖനത്തിലൂടെ ഈ സഭയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും വളർച്ചയെക്കുറിച്ചും രൂപീകരണത്തെക്കുറിച്ചും അതിൻ്റെ വരങ്ങളെക്കുറിച്ചും ദാനങ്ങളെക്കുറിച്ച് പറയുന്നതെല്ലാം കേട്ടിട്ടാണ് അവസാനം ഈ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ വിളിക്കുന്ന ഭാഗത്തിലേക്ക് എത്തുക. ഇതാണ് ഈ ഞായറാഴ്ചത്തെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനഭാവം. എന്തിനു വാസ്തവത്തിൽ നമ്മളെ ഒരുക്കുക, സഭയെ ഒരുക്കുക.
ഉയർപ്പിനായിട്ട് 7 ഞായറാഴ്ചകൾ ഒരുക്കിയതുപോലെ തന്നെയാണ് ഇപ്പോൾ പന്തക്കോസ്തായ്ക്ക് വേണ്ടി വീണ്ടും ഒരുക്കുക. എങ്ങോട്ടാണ് ഒരുക്കുന്നത്? ആത്മസഭയിലേക്ക് നമ്മൾ കൊണ്ടുപോവുക. നമ്മൾ അപ്പസ്തലന്മാരുടെ കൂടെയാണെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിൽ ജ്വലിച്ച് നിൽക്കണം. ആ രക്ഷാകര പദ്ധതിയുടെ സംഭവങ്ങളൊക്കെ അതിലാദ്യത്തെ സംഭവമാണ് മോശയുടെ സംഭവം. കേട്ടോ, അത് പുറപ്പാട് 3:1-12 വരെ. അതായത് അത് ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു മോശ. ദൈവത്തിൻ്റെ മലയായ ഹോറബിലെത്തി അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കത്താൻ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അത് പ്രതീകാത്മകമാണ് എന്ന്. അഗ്നി പ്രത്യക്ഷപ്പെടുന്ന പറഞ്ഞാൽ അഗ്നി കത്താൻ സാധിക്കും. ഈ അഗ്നി എവിടെ എല്ലാം കാണുന്നു? ഹോറബ് മല മുഴുവൻ അഗ്നിയാൽ നിറഞ്ഞിരുന്നു, കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ആ ഏശയ്യാ ദീർഘദർശി കണ്ടതാണ് അഗ്നി, അതായത് മാലാഖ കൊടിൽ കൊണ്ട് ഒരു തീക്കട്ടയെടുത്ത് തന്നെ നാവിൽ സ്പർശിച്ച് ശുദ്ധീകരിച്ചെന്ന് പറയുന്നത് കേട്ടില്ലേ? ഏലി പ്രവാചകൻ കാർമലയിൽ തൻ്റെ ബലിവസ്തു മുന്നേ അഗ്നി ഇറങ്ങി കത്തിച്ചു. അപ്പം ദൈവ സാന്നിധ്യത്തിൻ്റെ അതിശക്തമായ ഒരു പ്രതീകമാണ് അഗ്നി എന്ന് പറയും. അവർ ഉറ്റുനോക്കി മുൾപ്പടർപ്പ് ജ്വലിക്കുകയായിരുന്നു, എങ്കിലും എരിഞ്ഞ് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്നൊന്ന് കാണട്ടെ. മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലായിരുന്നില്ലല്ലോ. ആ എരിഞ്ഞ് തീരുന്നു എന്ന് പറയും വലിയ ഭയങ്കര അർത്ഥമുള്ള കാര്യമാണ്. ആ മുൾപ്പടർപ്പ് എരിയുക വാസ്തവത്തിൽ മോശയുടെ അകത്ത് കിടന്ന ആ എരിച്ചിൽ കൂടിയാണത്. തൻ്റെ ജനം ഭയങ്കരമായ പീഡനത്തിൽ കിടന്ന് നെലുവിരി കൊള്ളുക, താൻ ഇവിടെ വന്ന് നിൽക്കുന്നു. എന്തിനാ? തനിക്കുണ്ടായ പുത്രന് ഗർഷോം തന്നെ പേര് കൊടുത്തു. ഞാൻ പ്രവാസിയാകുന്നു എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ വരെ ഉള്ളിൻ്റെ ഉള്ളിൽ കത്തി എരിഞ്ഞുകൊണ്ട് നടന്ന ആളാണിത്. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള കത്തിയരിച്ചിൽ നേരിട്ട് കാണിക്കുക. അവനത് കാണുന്നതിന് അടുത്ത് ചെന്ന് കർത്താവ് കാണുന്നേലുന്നു. അപ്പം മുൾപ്പറപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. 2 പ്രാവശ്യം വിളിച്ചാൽ അഫെക്ഷനാ. മാർത്ത മാർത്ത എന്ന കർത്താവ് പുതിയ വിളിക്കുന്നില്ലേ? ഒരു കാര്യമേ ആവശ്യമുള്ളൂ, അത് മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പം അവൾ ധരിച്ചിരിക്കുന്നത് മാർത്തായ വഴക്ക് പറഞ്ഞു. അല്ല, മാർത്ത മാർത്ത 2 പ്രാവശ്യം വിളിച്ച അഫെക്ഷനേറ്റ് കോളാ. മോശേ മോശേ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അപ്പം അവിടുന്ന് അരുളി ചെയ്തു, അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. ചെരുപ്പ് അഴിച്ചു മാറ്റുകയാണ് ആദരവിൻ്റെതാണ്. അഴിച്ചു മാറ്റുക, എന്നിട്ട് നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടെ തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ യാക്കോവിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു. അവൻ്റെ നേരെ, ദൈവത്തിൻ്റെ നേരെ നോക്കാൻ അവന് ഭയമായിരുന്നു. വെളിപ്പെടുത്തി കൊടുക്കാം. ആരാണോ? ഇത് സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. ഞാൻ ആരാ? നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. ഇതാരാ? അബ്രഹാമും ഇസ്ഹാക്കും യാക്കോവും. നീ അതുകൊണ്ട് ഭയപ്പെടേണ്ട. എന്നിട്ടും മോശ ഭയപ്പെട്ടുകൊണ്ട് മുഖം മറച്ചു. കർത്താവ് വീണ്ടും, ഈജിപ്തിലെ എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. ക്ലേശത്തിൽ കഴിയുന്ന ജനത്തെ കാണുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ഓടി അലച്ച് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുന്ന ജനം ക്ലേശങ്ങൾ ഉൾക്കൊള്ളുന്നയാളാണ്. അതുകൊണ്ട് എന്തുമാത്രം ജനമാണ് ഈശോയെ ഈശോയെ ഈശോ ഈശോ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഓടിക്കൂടുന്ന ധ്യാന കേന്ദ്രങ്ങളൊക്കെ. മേൽനോട്ടക്കാരുടെ ഭയങ്കരമായ ക്രൂരമായ പീഡനം, അതുപോലെ തന്നെ അതുമൂലം അവരിൽ നിന്ന് ഉയരുന്ന രോദന ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. യാതനകൾ അറിയുന്ന ദൈവം. എന്നിട്ട് പറയാം, ഈജിപ്തുകാരുമായി അവരിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവരെ നയിക്കുവാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ദൈവം വിമോചനത്തിൻ്റെ ദൈവമാണ്. എവിടെ വേണേലും പറയാം, ഏത് ഫിലോസഫിയിലും പറയാം, അവർ ഗോഡ് ഈസ് ഗോഡ് ഓഫ് ലിബറേഷൻ, വിമോചനത്തെ ദൈവം. അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന വടക്കേ ഇന്ത്യയിലെ മിഷണറിമാർ വർക്ക് ചെയ്യുമ്പോൾ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിമുക്തമാക്കുന്ന പ്രോസസ് നടക്കുന്നത്. അന്നേരത്തേക്കും ശക്തമായ ഫറവോയുടെ സമാനമായിട്ടുള്ള ശക്തികൾ നേരെ തിരിച്ചടിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ് FCR നിയമമൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ട് അടിമത്തത്തിൽ തന്നെ ഇവർ കിടക്കണം. പക്ഷെ ദൈവം സമ്മതിക്കുന്നില്ല. അപ്പം ഇസ്രായേൽ ജനത്തിന് നിലവിളി എൻ്റെ പക്കൽ എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ എപ്രകാരം അവരെ മർദ്ദിക്കുന്ന ഞാൻ കണ്ടു. വരൂ, ദൈവം നേരിട്ട് കണ്ടു. അതുകൊണ്ട് നീ അവരെ പുറത്ത് കൊണ്ടുവരണം. എന്നിട്ട് നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം അതാണ് ഈ സഭയെക്കുറിച്ച് ആരെന്ന് പറഞ്ഞാലും ശരി, സഭയുടെ ശക്തിയൊന്നും ഒരു ഭൗമിക സംവിധാനത്തിൻ്റെയും ശക്തിയല്ല. ആരുടെയും പ്രത്യേക സപ്പോർട്ടും ആവശ്യമില്ല സഭയ്ക്ക്.
അയ്യോ ഞങ്ങളില്ലെങ്കിൽ സഭ എന്നാ ചെയ്യും? എല്ലാ പ്രതിസന്ധികളും ഞങ്ങളാണ് സഭയെ രക്ഷിക്കുന്നത്. നിങ്ങളാരും സഭയെ രക്ഷിക്കുന്നില്ല. സഭയെ രക്ഷിക്കുന്ന ഒറ്റ ഒരാളേ ഉള്ളത്, ഈശോ മിശിഹായ. ആ ദൈവം പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതാണ് ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മലയിൽ വന്ന് നിങ്ങൾ എന്നെ ആരാധിക്കും. അതാണ് അതിൻ്റെ അടയാളം. അപ്പോൾ കണ്ടില്ലേ, ദൈവത്തിൻ്റെ ജനത്തിന് നിലവിളി കേട്ടും മർദ്ദനം കേട്ടു ഞാൻ കൂടെ ഉണ്ടായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ചിന്തകൾ നമുക്ക് ഈ വായന ഭാഗത്ത് നിന്ന് കിട്ടി. ഡീറ്റെയിലേക്ക് അധികം പോകുന്നില്ലെങ്കിലും പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് ഇരുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ പ്രത്യേകം പറയുകയാണ്. അതായത് ഒളിച്ചോട്ടത്തിൻ്റെ കാലഘട്ടത്തിലാണ് സംഭവം നടക്കുന്നത്. ദൈവം വിളിച്ചത് ആരെയാ? ദൈവം വിളിച്ചത് രാജകുമാരനായ മോശയല്ല. അപ്പോൾ ആ രാജകുമാരനായ മോശ എന്തിനാ അവിടെ ആക്കിയ ദൈവം? 40 വർഷക്കാലം അവിടെ, 40 വർഷക്കാലം മരുഭൂമി, പിന്നെ 40 വർഷക്കാലം ജീവിതത്തെ നയിക്കുക. അതാണ് മോശയുടെ ജീവിതം. 120 വയസ്സിൽ മരിക്കുന്നു. ആദ്യത്തെ 40 വർഷക്കാലം രാജകുമാരനായിട്ട് ജീവിച്ചതിന് വേണ്ടിയ മുഴുവൻ എല്ലാ രാജകീയ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം, നിയമം അറിയണം, ഭാഷ അറിയണം, ഭരണതന്ത്രജ്ഞത വേണം, പിന്നീട് ഏറ്റുമുട്ടാനുള്ളതാണ്, എല്ലാ കാര്യവും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ പദ്ധതി ക്രമീകരിച്ചത്. അതിനുശേഷം അവിടെ നിൽക്കാൻ പറ്റില്ല. അത് അങ്ങോട്ട് എൻജോയ് ചെയ്ത് ജീവിച്ചിരുന്നത് അവിടെ കഴിയാമായിരുന്നു. അടുത്ത രാജാവായി പറവായിട്ട് വാഴാമായിരുന്നു. ഇല്ല, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു തീ കൊടുത്തിരുന്നു, ഒരു അഗ്നി. തൻ്റെ ജനത്തെ മോചിപ്പിക്കണം. അതുകൊണ്ടാണ് ഒരു ഈജിപ്തുകാരനെ കൊന്ന് കുഴിച്ചു മൂടാൻ ഇടയായത്. അപ്പം അവിടുന്ന് വീണ്ടും പലായനം ചെയ്യേണ്ടി വന്നു. പോയി എവിടെയാണ് പോയ? സിപ്പോറായ കല്യാണം കഴിച്ച് അവിടെ പോയി ഒരു മേരിയാങ്കാരൻ പുരോഹിതൻ്റെ മകളെ കല്യാണം കഴിച്ച് ആട് നോട്ടക്കാരനായിട്ട് നടക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അപകർഷതയുണ്ടായോ? ഇല്ല. നമ്മുടെ ജീവിതത്തിന് ചില അവസ്ഥകൾ ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ മരുഭൂമിൻ്റെ അനുഭവം വരും. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം ഒരുക്കുന്നതാണ്. അപ്പോൾ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഗർഷോം എന്ന് പേര് കിട്ടും. എന്നാൽ ഞാൻ പ്രവാസിയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉള്ളിൻ്റെ മുഴുവൻ ത്രസിച്ച് നിൽക്കുന്ന സ്വന്തം ജനത്തോടുള്ള ബന്ധമാണ്. അതുകൊണ്ട് ഈജിപ്തിൻ്റെ ഭരണാധികാരി അതിർത്തിക്ക് ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റില്ല, പ്രവേശിച്ച കൊന്നുകളെയും. അതുകൊണ്ട് അദ്ദേഹത്തെ ദൈവം ഒരുക്കിയതാണ് മരുഭൂമി. ഈ മരുഭൂമി ദൈവം ഒരുക്കിയ ഒത്തിരി കേസുകളുണ്ടല്ലോ. ഈശോ എന്തിനാ 40 ദിവസം കൊണ്ട് മരുഭൂമിയിലേക്ക് പോയത്? അതുപോലെ തന്നെ എന്താ ജനത്തെ 40 വർഷമായിട്ട് ഒരുക്കിയ കണ്ടില്ലേ? അതുകൊണ്ട് ഈ മരുഭൂമിയിലേക്ക് പൗലോസ്ലിഹ പോയത് കണ്ടില്ലേ? അപ്പം മരുഭൂമി എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്ര വിഷയമാണ്, സ്പിരിച്വൽ റിയാലിറ്റിയാണ്. അതെന്താണ്? ഡെസർട്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ദൈവത്തെ കണ്ടെത്താൻ ഇവിടെയുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ് മരുഭൂമി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പരദേശികളായിട്ട് കഴിയേണ്ടി വന്നത് അവിടുന്ന് ഒളിച്ചോടി പോയ അഭയം കൊടുത്തതാണ് അവിടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ചില നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ പാഴാണ് എന്ന് കരുതേണ്ടതില്ല. പാഴല്ല, ദൈവം നിശ്ചയിച്ച് നമ്മളെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവന് പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ മലയിലേക്ക് അദ്ദേഹം പോയത് അങ്ങനെ പറഞ്ഞാൽ ഹോറബിന് ദൈവത്തിൻ്റെ മലയെന്നാ പറയും. സീനായും ഹോറബും ഒന്ന് തന്നെയാണ്. അതായത് 2 പാരമ്പര്യം അനുസരിച്ച എലോഹിം പാരമ്പര്യം അനുസരിച്ച് ഹോറബാണ്, അതുപോലെ യവേ പാരമ്പര്യം അനുസരിച്ച് സീനായിയാണ്. അപ്പോൾ അവിടെ ആ തീ കത്തുന്നതായിട്ട് കണ്ടു, ചാരമാകുന്നില്ല, എരിഞ്ഞ് തീരുന്നില്ല. അപ്പോൾ ഒരു അടയാളമാണ്. ഇപ്പം മോശയുടെ ഹൃദയത്തിൽ അപ്പം മറ്റൊരു തീ ജലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് പോകുന്നില്ലേ, വിട്ടു പോകുന്നില്ലേ? ഹൃദയത്തിൽ ജ്വലിക്കുകയാണ്. വിട്ടുപോയിട്ട് അവിടെ നിൽക്കാനൊന്നുമല്ല. അവിടെ എങ്ങനെയെങ്കിലും ജനത്തെ തന്ത്രമാക്കി ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്തും നീ അടുത്ത് വരണ്ട, ചെരുപ്പഴിച്ച് മാറ്റ്. കാരണം എന്ന് പറഞ്ഞാൽ നീ ഇവിടെ കുറച്ചുകൂടി ആദരവുകൂടി പെരുമാറണം. അതായത് വിശുദ്ധിയുടെ സന്നിധാനത്തിലേക്ക് നീ വന്നിരിക്കും. അതുകൊണ്ട് നീ വിശുദ്ധീകരിക്കപ്പെടണം ആദ്യമായി. അപ്പോൾ ആദ്യം തൊട്ട് തന്നെ രക്ഷാകര ചരിത്രത്തിലേക്ക് നമ്മെ ശ്രദ്ധ ക്ഷണിക്കാം. നീ പിതാക്കന്മാർ ദൈവമാണെന്ന് പറയുന്നതിലൂടെ, പിതാക്കന്മാർ ദൈവമാണ് എന്ന് പറയുന്നതിലൂടെ പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി തുറന്നു കൊണ്ട് പോകാൻ വേണ്ടി നിന്നെ ഞാൻ ക്ഷണിക്കുകയാണ് എന്നാണ്. അപ്പോൾ എന്നാ പറഞ്ഞു? പെട്ടെന്ന് പറയാം, അയ്യോ ഞാൻ അയോഗ്യനാണ്. എല്ലായിടത്തും എല്ലാവരും ഈ വിളിക്കപ്പെടുന്നവരൊക്കെ അങ്ങനെ ചെയ്തു. ജെറേമിയയെ വിളിച്ചപ്പോൾ ജെറേമിയ എന്നാ പറഞ്ഞു? അയ്യോ ഞാൻ ബാലനാണ്, എന്നെ കൊണ്ട് പറ്റിയില്ലെന്ന് പറഞ്ഞു. ദൈവം എന്നാ പറഞ്ഞു? ഓനോനോ, നിന്നെ ഞാൻ തല്ലിപ്പൊളിക്കാനും പടുത്തുയർത്താനും പിഴുതെറിയാനും പറിച്ചു നടാനുമായി നിശ്ചയിച്ചിരിക്കുന്നു പറയും. അതുകൊണ്ട് അവസാനം കർത്താവായിട്ട് വഴക്കുണ്ടാക്കേണ്ടി വന്നു. കാരണം അദ്ദേഹത്തെ അവരെ എതിർത്ത് അവസാനം തല്ലി മർദ്ദിച്ച് പൊട്ടക്കണലിലൊക്കെ തട്ടിയിട്ടപ്പം കർത്താവ് നിന്നെ ഞാൻ ഇനി മിണ്ടുക അതിനെക്കുറിച്ച് പറയേണ്ടി വന്നു. അവസാനം ദൈവം പറഞ്ഞു, പക്ഷേ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. കാരണം അസ്ഥിയിൽ പൊട്ടപ്പെട്ട അഗ്നി പോലെ നിൻ്റെ വചനം എനിക്ക് അനുഭവപ്പെടുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതുകൊണ്ട് ഇവർക്കെല്ലാം ഉണ്ട്. ആരും താല്പര്യപ്പെട്ടു പോയതൊന്നുമല്ല. താല്പര്യപ്പെട്ടു പോയ ഒരാൾ ഏഷ്യ ഒന്നും ഒരു എതിർത്തും പറഞ്ഞു, ആരെനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കും, ഞാൻ പോകാമെന്ന് പറയും. ഇപ്പം മോശയെ പോലെ തന്നെയായിരുന്നു ജെറമ്യായി. പോകട്ടെ. അപ്പോൾ അങ്ങനെയാണ് സ്വന്തം ജനം മോചിപ്പിക്കണം. നീ അങ്ങോട്ട് നിന്നെ മോചിപ്പിച്ചാൽ മാത്രം പോരാ,
തേനും പാലും ഒഴുകുന്ന കാനന്റെ ഇഷ്ടം അവരെ നയിക്കണം. അപ്പോൾ യജപാലകരെ ചുമതലയെടുത്ത് കാണിക്കുന്നു. അതായത് നമ്മുടെ ജനത്തെ ഈ കുമ്പസാരം വഴി പാപമോചനം കൊടുത്ത്, അല്ലെങ്കിൽ വലിയാഴ്ചയിൽ ഭയങ്കര തപസ്കൃത്യങ്ങളും നോമ്പും ഉപവാസമൊക്കെ വഹിച്ച് അവരെ കൊണ്ടുവന്നാൽ മാത്രം പോരാ, അവരുടെ മക്കളെയും അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കാൻ ഒരു ഇടവകയുടെ വികാരി, ഒരു അജപാലകൻ ബാധ്യസ്ഥനാണ്. ഇങ്ങനെ ബോധ്യം നമുക്കുണ്ടോ? നമുക്ക് ആ ബോധ്യം ഉണ്ടാകണമെങ്കിൽ അവരോട് ബന്ധപ്പെട്ട് ജീവിക്കണം. അവരുടെ സാധ്യതകളെ അറിയണം. തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ജനത്തിന് സാധ്യതകൾ എന്താണ്, അവിടെ ആ മക്കളുടെ സാധ്യത എന്താണ്, അവരുടെ കഴിവുകൾ എന്താണ്, അവരെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരണം. അവരുടെ കുഞ്ഞുങ്ങൾക്ക് കഴിവുള്ളവരാ, അവരെ നാം പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നീ മോചിപ്പിച്ചാൽ മാത്രം പോരാ, നീ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരെ നയിക്കണം. പലപ്പോഴും ആൾ ധരിക്കുന്നതാണ്, സഭ നിശ്ചയിച്ചിരിക്കുക കാനോനിക്കലായിട്ടുള്ള നല്ല ചിട്ടവട്ടങ്ങളൊക്കെ നിർവഹിച്ചാൽ മതി, അജപാല ദൗത്യം തീർന്നു ധരിച്ചു വെച്ചിരിക്കും. സമയത്ത് കുർബാന ഇല്ലുക, സമയത്ത് നുമേന നടത്തുക, സമയത്ത് കുമ്പസാരിപ്പിക്കുക, അല്ലെങ്കിൽ വാർഷിക ധ്യാനം നടത്തുക, ഇതുകൊണ്ടൊക്കെ അച്ഛൻ്റെ പണി തീർന്നു ധരിക്കുന്ന അതല്ല. ഇത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയ ശക്തിയുടെ ഉറവിടങ്ങളാണ്. അതുകൊണ്ട് നേരിട്ട് ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ജീവിതമാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. അവിടെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ പ്രധാനപ്പെട്ട, അവരെ ആക്രമിക്കുന്ന ശക്തികൾ ഇപ്പോഴുണ്ട്. ഭയങ്കരമായി സൈബറായിട്ടുള്ള ആക്രമണങ്ങളുണ്ട്, അല്ലാതെ മറ്റ് ഭൗതിക ശക്തികളുണ്ട്, വഴിതെറ്റിക്കാൻ ഒരുപാട് വഴികളുണ്ട്. മൊബൈൽ മാത്രമൊന്നുമല്ല, എല്ലാ ലഹരികളുമുണ്ട്. ഇതിൻ്റെ എല്ലാം നടുവിലാണ് ഈ ഇടയൻ നയിക്കേണ്ടത് എന്നുള്ള ബോധ്യം. ഇടയനുണ്ടായില്ലെങ്കിൽ പിന്നെ എങ്ങനെ നയിക്കാൻ പറ്റുക? അപ്പോൾ അത് ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ കർത്താവ് പറയും, ഞാൻ എല്ലാത്തിനും നീക്കി കളഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു ഇടയനാകും എന്ന് എസെക്കിയാൽ പറഞ്ഞ പോലെ, 34 പറഞ്ഞ പോലെ പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളാകുന്ന പ്രധാനപ്പെട്ട സംഗതി, ഒരു ഘട്ടവും അർത്ഥശൂന്യമല്ല. എല്ലാം ദൈവം ഒരുക്കുന്ന കാലമാണ്. ഈശോ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈശോ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ തടസ്സപാത്രങ്ങൾ ഒത്തിരി ഉന്നയിച്ച് വിളിയും. ആദ്യം എന്നാ തടസ്സം പറഞ്ഞത്? അതായത് ഞാൻ അയോഗ്യനാണ്, അപര്യാപ്തതയാണ് പറഞ്ഞത്. എല്ലാവർക്കും ഫീൽ ചെയ്യുന്നതാണ്. നമുക്ക് എന്താ യോഗ്യതയുള്ളത്? അപര്യാപ്തതയാണ്. അപ്പോൾ അത് കർത്താവ് സമ്മതിച്ചില്ല. നീ അങ്ങനെയൊന്നും പറയണ്ട, ഞാൻ നിൻ്റെ കൂടെ, അപര്യാപ്തത നീക്കം ചെയ്യുന്നത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന അനുഭവത്തിലൂടെയാണ്. കർത്താവ് കൂടെയുണ്ടോ, പിന്നെ എന്തിനാ പേടിക്കേണ്ടിയിരിക്കുന്നത്? അപ്പം ഞാൻ പോയേക്കാം. രണ്ടാമത്തെ ഘട്ടം എന്നാ പറയുന്നത്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്, എനിക്ക് നിന്നെ ശരിക്കറിയാൻ പാടില്ലല്ലോ, ഞാൻ പിന്നെ ആര് പറഞ്ഞിട്ടോ, നീ ആരാന്നും പറഞ്ഞ് ഞാൻ പോകുന്നത്? അവിടെ വെളിപ്പെടുത്തിക്കോണം, ഞാൻ ആകുന്നവനാകുന്നു. നീ ഉൾപ്പെടെയുള്ള അസ്തിത്വത്തിൻ്റെ ആധാരം ഞാനാണ്. കർത്താവ് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നതാണ് ഈ യാവേ, യഹോവ എന്ന് പറയുന്നത്. അതായത് ഈ യഹൂദന്മാർക്ക് ഈ പേര് പറയാനായിട്ട് ഭയമുണ്ടായിരുന്നു. അവരതുകൊണ്ട് അവർ അദോനായി എന്ന് പറഞ്ഞിരുന്നു. യാവേ എന്ന് പറയുന്നതിന് പകരം അദോനായി എന്ന് പറയും. അപ്പം അതുകൊണ്ട് അവിടെ ഉള്ള കാര്യം തുറന്നൊക്കെ പറയും, നീ ആരാ, എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അതിനുശേഷം മൂന്നാമത് ഘട്ടം എന്താണ്? ഈ പറയുന്ന ആളിന് ഒരനുഭവം ഉണ്ടായി. ഈജിപ്തുകാരനെ തല്ലിക്കൊന്നപ്പോൾ ഈജിപ്തുകാർ കൂടെ, ഇവൻ നമ്മുടെ ഈ പറയുന്ന അവൻ്റെ സ്വന്തം ജനം കൂടെ നിന്നില്ല, ശത്രുവിനെയാണ് കൊന്നത്. അപ്പം സ്വന്തം ജനം കൂടെ നിൽക്കണ്ടേ? സ്വന്തം ജനമാണ് പറഞ്ഞിട്ട് ഇവൻ ഈജിപ്തുകാരെ തല്ലിക്കൊന്നവനാണ്. അതുകൊണ്ട് ആ വിശ്വാസമില്ല സ്വന്തം ജനത്തിൽ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഒരിടത്തേക്ക് ഒരു ഇടവയിലേക്ക് പോകുമ്പോൾ ജനത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് വിഷമമാകില്ലേ? ജനം ഇങ്ങനെ തല്ലിപ്പൊളികളാണ്. അപ്പം ആ ഒരു തല്ലിപ്പൊളികൾ മാത്രമുള്ള ഒരു പാരിഷിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും നമ്മൾ ദൈവത്തിൻ്റെ കൃപ അവിടെ കണ്ടെത്താനായിട്ട് കഴിയേണ്ടതാണ്. അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, ഞാൻ വിക്കനാന്ന്, എനിക്ക് നാവിന് തടസ്സമുണ്ട്, ഇതെല്ലാം പറഞ്ഞിട്ട് വിസമ്മതം എന്നെ കൊണ്ട് പറ്റി, നീ വല്ലവരെയും വേറെ വല്ലവരെയും വിട്ടേക്കാൻ അവസാനം പറഞ്ഞപ്പോൾ ദൈവം പറയും, ഇല്ലില്ല, ഞാൻ നിന്നെ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുകയെന്ന് പറയുമ്പോൾ അവിടെ അടവ് പറയുകയാണ്, ഏറ്റെടുക്കാം. ഇതാണ് ആദ്യ ഭാഗം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ പത്രോസിനെ പരമാധികാരിയാക്കി നീക്കുന്നതിലേക്ക് തുടക്കം ഇതാണെന്ന് ഓർക്കണം. ദൈവത്തിൻ്റെ വിളിയാണ്. ദൈവത്തിൻ്റെ വിളിയുടെ പ്രത്യേകത എങ്ങനെയാണ്? നമ്മുടെ കഴിവ് നോക്കിയല്ല, നമ്മുടെ ഗുണം നോക്കിയല്ല, നമ്മുടെ പര്യാപ്തം നോക്കിയല്ല, നമ്മുടെ അപര്യാപ്തതയിലൊക്കെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ധൈര്യത്തോടു കൂടിയാണ്. രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോൾ നമ്മൾ നൽകപ്പെടുന്നത് എസെക്കിയാ പ്രവാചകന്റെ ദർശനം 34:20-26 വരെ. അപ്പോൾ എന്താ പറയുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാനൊരു ഇടയനെ നിയമിക്കും. എൻ്റെ ജനം ഇങ്ങനെ ചെതറിപ്പോയി കിടക്കുകയാണ്, കർത്താവിൻ്റെ ഹൃദയം അലിഞ്ഞു, ഞാനൊരു ഇടയനെ നിയമിക്കും. അതായത് ദൈവമായ കർത്താവും അവനോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ കൊഴുത്ത ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ വിധി പ്രസ്താവിക്കും. എന്താ സാഹചര്യം? അവിടെ സമ്പന്ന ആൾക്കാരും ദരിദ്രരുമുണ്ട്, ദരിദ്രരെ അടുപ്പിക്കത്തില്ല. അപ്പം അവരിങ്ങനെ അലിഞ്ഞു നടക്കുക. അപ്പം കർത്താവ് പറയുക, ഞാൻ എൻ്റെ മധ്യേ വിധി പ്രസ്താവിക്കും. അതുകൊണ്ട് എന്നായി എൻ്റെ അന്യദേശങ്ങളിലേക്ക് ചിതറിക്കുമ്പോഴും ദുർബലമായവരെ നിങ്ങൾ പാർശ്വം കൊണ്ടും ചുമലുകൾ കൊണ്ടും
അതുപോലെ തന്നെ തള്ളുകയും കൊമ്പുകൾ കൊണ്ട് കുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ആട്ടിൻപറ്റത്തെ നയിക്കും. അതുകൊണ്ട് മേലിൽ അവരാർക്കും ഇരയാവുകയില്ല. ആടിനും മറ്റി ഞാൻ വിഹിതം. തമ്പുരാൻ്റെ മനസ്സും അറിയേണ്ടതാണ്. നമ്മൾ ആരെയും പീഡിപ്പിക്കാൻ ഒരുങ്ങിയാൽ ഓർത്തണം, പീഡിപ്പിക്കപ്പെടുന്നവൻ കർത്താവിൻ്റെ സ്വന്തമാണ്. ദരിദ്രൻ കർത്താവിൻ്റെ സ്വന്തമാണ്. അടിമയായിരിക്കുന്ന കർത്താവിൻ്റെ സ്വന്തമാണ്. കർത്താവ് സ്വന്തക്കാരനെ പീഡിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? അതുകൊണ്ടാണ് പറഞ്ഞത്, നീ നാം നോക്കിയില്ലെങ്കിൽ ഞാൻ നോക്കുമെന്നാണ് പറഞ്ഞത്. ദൈവം നോക്കും. അതുകൊണ്ട് കാണുമോ, ഞാൻ അവർക്ക് ഒരു ഇടയനെ എൻ്റെ ദാസനായ ദാവീദിനെ നിയമിക്കും. നേരത്തെയുള്ള പ്രവചനമാണ്, ഈശോയെക്കുറിച്ചാണത്. അതായത് എൻ്റെ ഇടയനെ ദാവീദിനെ നിയമിക്കും. അവൻ അങ്ങനെ അവരെ മേയിക്കും. അവന് അവയെ പോറ്റുകയും അവരുടെ ഇടയനായിരിക്കുകയും ചെയ്യും. കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഭാവിയിലേക്ക് കർത്താവായ ഞാൻ അവരുടെ ദൈവമായിരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവരുടെ രാജാവാകും. അതുകൊണ്ട് കർത്താവായ ഞാനിത് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇതാ സമാധാന ഉടമ്പടി ഞാൻ ഉറപ്പിക്കും അവരുമായി. അതുകൊണ്ട് നിങ്ങൾ വിജന പ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കാനും, വിജനപ്രദേശങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരായി വസിക്കാനും വനത്തിൽ കിടന്നുറങ്ങാനും കഴിയുമാറും എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീകാത്മകമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശത്രുക്കൾ ചുറ്റുമുണ്ട്. വനം എന്ന് പറയുന്ന വന്യമൃഗങ്ങൾ കാണും. വന്യമൃഗങ്ങളൊക്കെ ശത്രുക്കളാണ്. അവരെ ഈ കർത്താവ് ഒഴിവാക്കും. വന്യമൃഗങ്ങളെ ഞാൻ ദേശത്ത് നിന്ന് തുരത്തും. അതുകൊണ്ട് അവരെയും എൻ്റെ മലയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. തമ്പുരാൻ നമ്മളെ മാത്രമല്ല അനുഗ്രഹിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുകളെയും അനുഗ്രഹിക്കും. ഞാൻ യഥാസമയം മഴ പെയ്യ്ക്കും. അത് അവർക്ക് അനുഗ്രഹ വർഷമായിരിക്കും. നോക്കിയ ദൈവത്തിൻ്റെ പ്രവാചകങ്ങളിലൂടെ അതായത് ഈ ജനത്തെ വീണ്ടെടുക്കുമെന്നാണ് പറയും. നമ്മൾ വിചാരിക്കും സഭയുടെ ചില ഘട്ടങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും തകർച്ചയാണ്. തകർന്നു പോയി, കത്തോലിക്ക സഭ തകർന്നു പോയി എന്ന് പറയാം. അങ്ങനെ എങ്ങും ഒരു തകർച്ചയും ഉണ്ടാവില്ല. തമ്പുരാൻ ഈ സഭയുടെ കൂടെയുള്ളതേ. അത് മാനുഷികമായ കുറവുകളൊക്കെ വരും. അവിടെ കുറേ അന്ധചിത്രങ്ങളൊക്കെ വരും, വഴക്കം മക്കാണോ ഒക്കെ വരും. പക്ഷേ ഇതൊക്കെ എന്തെല്ലാം സംഭവിച്ചാലും ശരി, കർത്താവ് അതിനെ കൊണ്ടുപോകും, നയിക്കും. ഇതാണ് രക്ഷാകര ചരിത്രം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ദൈവം തന്നെ ഇടയനായി തീരും. അപ്പോൾ അവിടെ ആടുകൾ തമ്മിൽ ആന്തരിക കലാപം ഉണ്ടായി. അതുകൊണ്ടാണ് കൊഴുത്തതും പെരിഞ്ഞതെന്ന് പറയാം. ജനം തമ്മിൽ അടിയുണ്ടായി. നമ്മുടെ ഇടയിൽ തന്നെ പണമുള്ളവനും പണമില്ലാത്തവനും അടിയുണ്ടായി. പണമില്ലാത്തവൻ്റെ പേര് കേസ് കൊടുത്തോ, സുപ്രീം കോടതിയിൽ പോകുമെന്ന് പറഞ്ഞ് അവനായിട്ട് ഒലച്ചു. പണമുള്ളവന് പണമുണ്ട് ചിലവാക്കും, മറ്റവനതില്ല. അവനൊന്ന് നിലവിളിക്കുക. ഓർത്തുകൊള്ളുവാൻ ആ നിലവിളിക്കുന്നവനെ കൂടെ ആയിരിക്കും ദൈവം നിനക്കിട്ട് തിരിച്ചടി വരുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ആഭ്യന്തര കലഹം മൂലം അവർക്ക് ബലഹീനതയുണ്ടായി. അതുകൊണ്ട് പക്ഷേ ആ ജനത്തെ കർത്താവ് മേച്ച സ്ഥലത്തേക്ക് നയിക്കുമെന്ന് തന്നെ പറയുന്നത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട്, അതുകൊണ്ട് ദുർബലരായ ആളുകളെ പീഡിപ്പിക്കാൻ പാടില്ല. കർത്താവ് അതിനെ അറുതി വരുത്തും, കർത്താവ് ശിക്ഷിക്കും. അപ്പോൾ ദാവീദിനെ പോലെ ഒരു ഇടയനെ അവർക്ക് നൽകും. കാരണം ദൈവത്തിൻ്റെ ജനമാണ്. അപ്പം ദൈവത്തിൻ്റെ ഹൃദയത്തിനൊത്ത ആളാണ് ദാവീദ് രാജാവ്. ദാവീദിനെക്കുറിച്ച് പറയുന്നത് എൻ്റെ ഹൃദയത്തിനൊത്ത ഒരിടയൻ. അത് പൂർണ്ണമായും വന്നു ഭവിക്കുന്ന ഈശോയിലാണ്. പൂർണ്ണമായി മനുഷ്യനെ നയിക്കുന്ന ആൾ ഈശോ മിശിഹായാണ്. ഇന്ന് ഐശ്വര്യരിക്കുകയല്ലേ അത്. ഹമാസിൻ്റെ സ്ഥാപകൻ്റെ സ്വന്തം മകള് യേശു ദർശനമുണ്ടായി കർത്താവിലേക്ക് തിരിഞ്ഞ കഥ നമ്മൾ കേട്ടില്ലേ? അവർ എന്തുമാത്രം ആളുകളെ കർത്താവിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് പ്രതിസന്ധി എല്ലാം പരിഹരിച്ച് കർത്താവ് സമാധാനം നൽകും, ഐശ്വര്യവും സമൃദ്ധിയും നൽകും. അതുകൊണ്ട് നമ്മൾ ശാശ്വതമായ ഉടമ്പടിയും കൃഷിഭൂമിക്ക് ഐശ്വര്യം ഉണ്ടാകും. അപ്പോൾ ക്രൂര മൃഗങ്ങളെ കർത്താവ് ഓടിക്കും. ക്രൂര മൃഗങ്ങൾ നമ്മളെ ശത്രുക്കളാണ്, ഓടിക്കും. മരുഭൂമി സമാധാനമുള്ള സ്ഥലമാക്കി മാറ്റും. കൃഷിസ്ഥലമായ സമൃദ്ധി നമുക്ക് നോക്കിയേ, ഇസ്രായേലിന് കിട്ടിയ ഭൂമി മുഴുവൻ മരുഭൂമിയായിരുന്നു. ഇപ്പോഴോ ഒന്നാന്തരം വിളനിലമാണ്. അവരധ്വാനിച്ച് ഗാസ എന്നൊക്കെ പറഞ്ഞാൽ വെറും മരുഭൂമിയായിരുന്നു. എന്നാലും ഒന്നാമത് വിളനിലമാക്കി മാറ്റിയില്ലേ? അതുകൊണ്ട് അന്ധചിത്രം വഴി തകർന്നു പോകുന്ന ജനത്തെ ദൈവം തിരിച്ചു വിളിക്കും. അപ്പോൾ ആ ഉടമ്പടിയുടെ വിശ്വസ്തയിലേക്ക് തിരിച്ച് കൊണ്ടുവരും എന്ന് പറയുന്ന ഭാഗം നമുക്ക് നൽകുന്നത് അതിഭയങ്കരമായ പ്രത്യാശയും പ്രതീക്ഷയുമാണ്. നമ്മുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി ദൈവം പറയാം. കുടുംബങ്ങളിൽ അസ്വസ്ഥതയുണ്ടാകുന്നു. നിരാശപ്പെടാതെ പ്രത്യാശയോടെ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാനാണ് ഈശോ പറയും. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഈശോ ഇടപെടും. എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കും? കുടുംബത്തിൽ തന്നെ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അവിശ്വസ്തയായ ഭാര്യ, ഈ ഭാര്യയെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് വിഷമിക്കുന്ന ഭർത്താവ്, അല്ലെങ്കിൽ മദ്യപാനിയായ ഭർത്താവ്, ലഹരിക്കടിമയായവൻ, ഇയാളെ കൊണ്ട് ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ തലതിരിഞ്ഞ മക്കളുള്ള എന്തെല്ലാം സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായി. ഏലി എന്ന് പറയുന്ന പുരോഹിതന് 2 മക്കളുണ്ടായിരുന്നു, പിനഹസാൻ, ഓഫ്നി. 2 എന്തായിരുന്നു? തലതിരിഞ്ഞതായിരുന്നു. എന്തൊരു മനോവേദനയാണ് ആ പുരോഹിതനുണ്ടാക്കിയത്. അവസാനം എന്താ സംഭവിച്ചത്? ഫിലിസ്ത്യാക്കളുടെ യുദ്ധത്തിൽ 2 പേരും വധിക്കപ്പെട്ടു.
ആണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തിന്മ അതിൻ്റെ അവസാനമല്ല, തിന്മ ശിക്ഷിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എഫെസോസ് ലേഖനം നമ്മൾ കടക്കുകയാണ്. കൃപാവരങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ച് അവിടെ പറയും. കർത്താവിൻ്റെ സഭയിൽ കൃപാവരങ്ങളുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അപ്പോൾ എന്താ പറയുന്നത്? നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. കൃപ നൽകപ്പെട്ടിരിക്കുക, കാരിസ്. അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്ക് അവന് ഭാഗ്യദാനങ്ങൾ നൽകി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? തടവുകാരെ കൂടെ കൊണ്ടുപോയി എന്ന് പറയാം. ആരെ തടവുകാർ? ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്തപ്പോൾ മരിച്ചവരെ ആത്മാക്കളെ കർത്താവിന് മുമ്പ് മരിച്ചവരെ കൂടി കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് തടവുകാരെ കൊണ്ടുപോയി എന്ന് പറയും. പാതാളങ്ങളിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പാതാളം വലിയ കുഴിയൊന്നുമല്ല. ഇറങ്ങി പറഞ്ഞതിന് മുമ്പ് മരിച്ചവരെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. കർത്താവ് പാതാളങ്ങളിൽ ഇറങ്ങി, വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞാൽ കർത്താവ് പാതാളങ്ങളിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രൈസാണ്. എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് മരിച്ചടക്കപ്പെട്ട ആൾക്കാരുടെ ആത്മാക്കൾ കർത്താവ് വിമോചനം നൽകി മോചിപ്പിക്കുന്നു എന്നുള്ള അതിൻ്റെ അർത്ഥം. ആരും നഷ്ടപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അവന് ആരോഹണം ചെയ്തതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ തന്നെ പറയാം, അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയത് കൂടിയല്ലേ. അപ്പോൾ ഇറങ്ങിയവൻ തന്നെ എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുപരി ആരോഹണം ചെയ്തു. അപ്പോൾ ഇറങ്ങി എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യാവതാരത്തെക്കുറിച്ചായി പറയും. അതായത് കർത്താവ് അവരോഹണം ചെയ്തു എന്ന് പറയുന്നത് താഴോട്ട് ഇറങ്ങി എന്തിനാ? ആരോഹണം ചെയ്യാൻ. എന്താ? പുനരുത്ഥാനം. അപ്പോൾ ഈശോ മിശിഹാ മനുഷ്യാവതാരം ഫിലിപ്പിയാക്ക ലേഖനത്തിൽ പറയുന്ന പോലെ തന്നെയാണ്. ദൈവത്തോട് സമാനത ഉപയോഗിക്കാതെ അവൻ തന്നെ താഴ്ത്തി ഇതാണ് ഇറങ്ങിയെന്ന് പറയും. മനുഷ്യൻ്റെ സാദൃശ്യത്തിലായി കുരിശുമരണത്തോളം താഴ്ത്തി. കണ്ടോ? അതാണ് അവരോഹണം, താഴോട്ട് ഇറങ്ങിയെന്ന് പറയും. അടുത്തതോ, അതുകൊണ്ട് എല്ലാ നാമത്തേക്കാൾ ഉപരിയായ നാമം അവന് നൽകപ്പെട്ടു. നാമം ശക്തിയാണ്. അപ്പോഴോ ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുഴങ്കാലുകളും എല്ലാ കോസ്മിക് പവേഴ്സും എല്ലാ ശക്തികളും അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയും ഈശോ കർത്താവാകുന്നു എന്ന് എല്ലാ അധരങ്ങളും ഏറ്റു പറയുകയും ചെയ്യും. അതാണ് ഇവിടെയും പ്രതിഫലിക്കുന്ന സംഗതി. അവൻ ചിലർക്ക് അതുകൊണ്ട് എന്ത് ചെയ്തു? കൃപ നൽകി. ഇതൊക്കെയാ. അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകരും മറ്റും ആകാൻ വരം നൽകി. അതുകൊണ്ട് വിശുദ്ധരെ ആക്കുന്നതിനും ശുശ്രൂഷ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പടുത്തുയർത്തുന്നതിനുമായി വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഇവരെങ്ങനെ നിയമിച്ചത്? 3 കാര്യങ്ങൾ. വിശുദ്ധരെ പരിപൂർണരാക്കണം, ശുശ്രൂഷയുടെ ജോലി ചെയ്യണം, കർത്താവിൻ്റെ ശരീരമാണ് സഭയെ പടുത്തുയർത്തണം. എന്തൊക്കെയാണ് നൽകിയ കൃപാവരങ്ങൾ? ഒന്ന് അപ്പസ്തോലൻ, പ്രവാചകൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 അടിസ്ഥാനം. പിന്നെ ഇടയന്മാർ, ഇടവ വികാരിമാർ, പിന്നെ പ്രബോധകന്മാർ, ദൈവശാസ്ത്രന്മാർ. അപ്പോൾ കർത്താവ് നൽകിയ കൃപാദാനങ്ങളാണ് സഭയിലുള്ള ഈ ശുശ്രൂഷകളെന്ന് പഠിപ്പിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവത്തിനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നത് വരെ ഇത് തുടരും. ഇപ്പം ലോകാവസ്ഥ വരെ സഭ തുടരും. അപ്പോൾ പുതിയ സമൂഹങ്ങളുണ്ടാകും സഭയുടേത്. അവിടെ ഇതുപോലെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. തുടർച്ചയായിട്ട് നവീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽ പെടുന്നവൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളെ കാറ്റിൽ ആടിയുലയുകയും ഉലയെറിഞ്ഞപ്പെടുകയും ചെയ്യുന്ന ശിശുക്കൾ ആവരുത്. കാറ്റിൽ ആടി ഉലയപ്പെടുന്ന ശിശുക്കളാകുമ്പോൾ, അതായത് അന്നത്തെ ആദിമസഭയുടെ സിറ്റുവേഷനാണ്. അതായത് ഒരുപാട് ചിന്തകൾ, ചിലതൊക്കെ അടിസ്ഥാനരഹിതമായ വ്യാജ ദൈവശാസ്ത്രങ്ങൾ കടന്നു വന്നപ്പം അവിടെയെങ്ങും നിങ്ങൾ ഇടപെട്ട് പോകരുത്, സത്യസന്ധമായി സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇടപെടാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ശിശുക്കളാകാൻ പറയുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധങ്ങളും അതനുസരിച്ച് ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും. നമുക്ക് ഈശോയുടെ ശരീരമാണ് സഭയെക്കുറിച്ച്. ആ സഭയെ കർത്താവിൻ്റെ ശരീരമായിട്ട് എടുത്ത് പറയും. അപ്പോൾ എല്ലാ സന്ധിബന്ധങ്ങളും പറഞ്ഞാൽ എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്ന ഐക്യത്തിന് ചിന്തയുണ്ടാകണം. അപ്പോൾ വൈവിധ്യமான ശുശ്രൂഷ സഭയിലുണ്ട്. അതെല്ലാം ദാനമാണ്. മെത്രാന്മാരുടെ ശുശ്രൂഷ, ദൈവശാസ്ത്രന്മാരുടെ ശുശ്രൂഷ, മതാധ്യാപകരുടെ ശുശ്രൂഷ, രോഗശാന്തി പ്രവർത്തന ശുശ്രൂഷ, അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തന ശുശ്രൂഷ, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങൾ തന്നെയാണ്. അതാണ് വരദാനങ്ങൾ. ഖാരിസ് എന്നാണ് പറയുന്നത്, ഖാരിസ്. അതുകൊണ്ട് കർത്താവിൻ മോശ 10 പ്രമാണം നൽകിയതുപോലെ തന്നെ പുതിയ മോശ
നമുക്ക് നൽകപ്പെടുന്നത് ഈ വരദാനങ്ങളാണ്. അപ്പോൾ ഉന്നതങ്ങളിൽ നിന്നാം. അതുകൊണ്ട് അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങുമെന്ന് പറയാൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് എന്തുകൊണ്ടാണ്? മരിച്ചവരുടെ സങ്കേതമായ കരുതപ്പെട്ടിരുന്ന പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ആകാശങ്ങളിൽ എന്ന് പറഞ്ഞാൽ ശക്തികളെ ഉദ്ദേശിച്ചാണ് ആകാശങ്ങൾ എന്ന് പറയാനിടയാൽ ആകാശങ്ങളിലേക്ക് കരയേറി. അതുകൊണ്ട് അധോഭാഗങ്ങളിൽ സ്വർഗീയ ഇടങ്ങളും പരസ്പരം മനുഷ്യാവതാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് അവിടെ. അതുകൊണ്ട് ചെയ്യണം, ആകാശം സ്വർഗതലമായിട്ട് നിൽക്കുമ്പോൾ പരിപൂർണമാക്കാൻ വേണ്ടി കർത്താവ് വരുന്ന പരിപൂർണരാക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് വിളിക്കപ്പെടാൻ വേണ്ടി. അപ്പോൾ സഭയിലെ ശുശ്രൂഷ അതിന് വേണ്ടിയിട്ടുണ്ട്. ആദ്യത്തേതാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും, പിന്നീട് സുവിശേഷകരും അന്ന് ഉദ്ദേശിച്ച് ഇത് എഴുതുമ്പോൾ ഉദ്ദേശിക്കുന്നത് സുവിശേഷം രചിക്കുന്നവരാണ്. സുവിശേഷ പ്രഘോഷകനാകണമെന്നില്ല. അന്ന് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം പ്രിൻറ്റിംഗ് ഒന്നുമില്ല, പ്രസ്സും ഒന്നുമില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? ഒരു സുവിശേഷം എഴുതി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കോപ്പികൾ എടുത്ത് ഡിക്റ്റേറ്റ് ചെയ്ത് മറ്റന്നാൾ ഇങ്ങനെ എഴുതി കോപ്പികൾ ഉണ്ടാക്കാം. അവരാണ് സുവിശേഷകരെന്ന് ഉദ്ദേശിക്കും. അവർ വലിയ പ്രവൃത്തിയല്ലേ. അന്ന് പ്രസ്സില്ലാത്തതുകൊണ്ട് ഒരുപാട് കോപ്പികൾ ഉണ്ടാക്കിയ സഭകൾക്ക് ആവശ്യത്തിന് കൊടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പ്രബോധകരായി തീരുന്നത്. അതുകൊണ്ട് തന്നെ പ്രബോധന ദൗത്യം നിർവഹിക്കുന്നവർ. അപ്പോൾ സഭ തനയുടെ വിശുദ്ധിക്കായിട്ട് ശുശ്രൂഷിക്കണം. പക്വതയാർന്ന തെറ്റിൽ ആടി ഉലയാത്തവർ അങ്ങനെയുള്ള രീതിയിലേക്ക് പോകാനായിട്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് ചേർന്ന് നിൽക്കണം. ശിരസിൽ നിന്നാണ് ശക്തിയും സ്നേഹവും കടന്നു വരുന്നത്. അപ്പോൾ സഭാ കേന്ദ്രീകൃതമായിരിക്കണം വിശ്വാസിയുടെ ജീവിതം. അതുകൊണ്ട് വിശ്വാസം വഴി മാമോദിസയോടെ ജീവിക്കുന്ന നമ്മൾ കർത്താവാകുന്ന ആ സഭയുടെ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരായിരിക്കണം. അപ്പോൾ ഒരു സഭ എന്ന് പറഞ്ഞാൽ അവിചാരിത കൂട്ടായ്മയല്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് 10 പേരെ കൂട്ടിക്കൊണ്ട് വന്നാൽ സഭയാവില്ല. അതൊരു അവിചാരിത കൂട്ടായ്മയല്ല, ദൈവം വിളിച്ച കൂട്ടായ്മയാണ്. ഇതുകൊണ്ടാണ് സഭ എന്ന് പറയുന്നത് പലപ്പോഴും അങ്ങനെ എക്ലേസിയ എന്ന് പറയും. ഖാലയോ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം വിളിക്കുക എന്നുള്ള. ഏക്ലേസിയ എന്ന് പറഞ്ഞ് വിളിക്കപ്പെട്ട സമൂഹമാണ് സഭയെന്ന് പറയും. അതുകൊണ്ട് അതൊരു അവിചാരിത കൂട്ടായ്മയൊന്നുമല്ല. അതുകൊണ്ട് സഭയെ ഐക്യത്തിൽ നിലനിർത്തുന്ന വരദാനങ്ങളാണ്, വിവിധ ശുശ്രൂഷകളാണ്, സ്നേഹത്തിലൂടെയാണ്. അപ്പം അതുകൊണ്ട് ആ വരദാനങ്ങളാ കർത്താവിൻ്റെ ശരീരത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പം സുവിശേഷം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വെച്ചതാണ്. പത്രോസ് അജപാലകനായി കർത്താവ് നിശ്ചയിക്കുന്ന ഭാഗം നമ്മളതിൻ്റെ വിശദീകരണം പറഞ്ഞിരുന്നു. പത്രോസിനെ വിളിച്ച് ചോദിക്കുന്നു, 3 പ്രാവശ്യം ചോദിക്കും. അതുതന്നെയാണ് ഈ സുവിശേഷത്തിൻ്റെ സത്ത. നമുക്ക് പെട്ടെന്ന് കടന്നു പോകാം. അതായത് അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ ഈശോ ശിമയോനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെയൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കും. അപ്പോൾ അവിടെ കൂട്ടിച്ചേർത്തിരിക്കുക നീ അറിയുന്നുവല്ലോ എന്ന് പറയുന്ന കാരണം തള്ളിക്കളഞ്ഞതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഇച്ഛാഭംഗം കിടപ്പുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അറിയലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് അറിയുന്നുവല്ലോ എന്ന് അങ്ങോട്ട് പറഞ്ഞു. 2ാം പ്രാവശ്യം അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കും. യോഹന്നാൻ 21:15-19 അവസാന ഭാഗത്ത് യോഹന്നാൻ 20 അധ്യായത്തിൻ്റെ അവസാനങ്ങളുടെ സുവിശേഷം ചേർന്ന് നടത്തുന്ന അനുബന്ധമായിട്ട് ചേർത്തിരിക്കുന്ന അതിനകത്താണ് ഇത് വരുന്നത്. അപ്പോൾ 21:15-19 വരെ വീണ്ടും പറയുക. അവൻ 3ാം പ്രാവശ്യം അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നു എന്നവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. കാരണം നമുക്കറിയാം എന്താ ദുഃഖിത്, 3 പ്രാവശ്യം തള്ളി പറഞ്ഞതാണ്. അവന് 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ അതിന് 3 പ്രാവശ്യം പരിഹാരമാണ് തന്നെ ഹൃദയത്തിൽ കരുതി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ആ മറുപടി, അതായത് എനിക്കൊന്നും പറയാനില്ല, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. ഈശോ പറഞ്ഞു, നമ്മുടെ നൽകിയിരിക്കുന്ന ടെക്സ്റ്റിൽ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. പക്ഷേ സീതാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പെണ്ണാടുകളെ മേയ്ക്കുക. അപ്പോൾ എൻ്റെ ആടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക, പെണ്ണാടുകളെ മേയ്ക്കുക, എല്ലാവരെയും മേയ്ക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ആളാണ് പത്രോസ്. അതിന് സമ്പൂർണ്ണമായ ചുമതലയെ കൊടുക്കണം. അത് കഴിഞ്ഞ് ഉടനെ രക്തസാക്ഷിത്തെക്കുറിച്ചൊരു പ്രവചനം തന്നെയാണ് ഈ പത്രോസിനെ കുറിച്ച് പറയാം. സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും നീ ഇഷ്ടമുള്ളിടത്ത് പുതുകയും ചെയ്തിരുന്നു. ഇതാണ്, നീ സ്വതന്ത്രമായിട്ട് നടന്നില്ലേ. എന്നാൽ നീ പ്രായമാകുമ്പോൾ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തൊരിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അത് പീഡനത്തിനാണ്, അത് കുരിശിൽ തറയ്ക്കാനാണ്. ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണമാണ് പത്രോസ് ദൈവത്തെ മരണം വഴിയാ 10 ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് പറഞ്ഞു,
എന്നെ അനുഗമിക്കുക, ഫോളോ മീ. അപ്പോൾ നമ്മുടെ സഭയിൽ വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ പോപ്പ്? അത് വെറും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനമൊന്നുമല്ല, അത് ഭൂമിയിൽ കർത്താവിൻ്റെ വികാരിയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ പത്രോസിൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്ന രീതി? മനുഷ്യൻ്റെ അഭിപ്രായം അല്ലല്ലോ ഒന്നും നടക്കും. ഈ 2-3 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതിന് മുമ്പ് ഫ്രാൻസിസ് പാപ്പ തെരഞ്ഞെടുപ്പ്, അതിന് മുമ്പ് ജോൺ പോൾ സെക്കൻഡ് തെരഞ്ഞെടുപ്പ്, നമുക്ക് ഈ തലമുറയിൽ കണ്ടതാണല്ലോ. ഒട്ടും മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത. അപ്പം സെക്യുലർ പേപ്പേഴ്സ് ഇറ്റലിയിലൊക്കെ ഭയങ്കരമായിട്ട് കുറേ പേരുടെ പേരെല്ലാം പടമെല്ലാം പറഞ്ഞ് പ്രചരിപ്പിക്കുക പതിവ്. ഇന്നയാൾ മാർപ്പാപ്പായ അമ്പൂവാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ റോമിൽ നിന്നൊരു ചെല്ലുണ്ട്, പല ആളുകളും മാർപ്പാപ്പയായിട്ട് കോൺക്ലേവിലേക്ക് പോകും, കർദിനാളായിട്ട് തിരിച്ചു വരുമെന്ന്. അപ്പം അങ്ങനെ ഒരു ചിന്ത വരെ അവിടെയുണ്ട്. അപ്പം അതുകൊണ്ട് ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പായ തിരഞ്ഞെടുപ്പ് പലരും വിചാരിച്ചോ അദ്ദേഹം കൺസിസ്റ്റർക്ക് താമസിച്ചാൽ ചെന്നാൽ. അദ്ദേഹം ഭയങ്കര ഹൃദയാലുവായൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം എയർപോർട്ടിൽ വന്നപ്പോൾ ലേറ്റായിട്ട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കി ഒരു അമ്മച്ചി ഇരുന്ന് കരയുന്നതിന് വേണ്ടിയാണ്. എൻ്റെ പട്ടി എടുത്തുകൊണ്ട് പോരാൻ പറ്റിയില്ല, മറന്നുപോയി. ഉടനെ വണ്ടി തിരിക്കാൻ പറഞ്ഞു. മാപ്പ വണ്ടി വിരിച്ച് അമ്മച്ചിയെ കൊണ്ടുപോയി, അമ്മച്ചിയുടെ പട്ടിയെ കൊടുത്ത് തിരിച്ചു വന്നു. പ്ലെയിൻ പോയി. പിന്നെ അടുത്ത പ്ലെയിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ആ പ്ലെയിൻ വന്നു പറഞ്ഞാൽ എവിടെ റോമിൽ വന്നാലും ആദ്യം മാതാവിൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ചെന്നിട്ടേ പോകും എവിടെയും. അങ്ങനെയാണ് ജോൺ പോൾ സെക്കൻഡ് രീതി. അവിടെ ചെന്നപ്പോൾ കൺസിസ്റ്ററുടെ മീറ്റിംഗ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവിടെ അത് മൈൻഡ് ചെയ്യാതെ പോയി മാതാവിനെ പോയി സന്ദർശിച്ചാൽ തിരിച്ച് വേർത്തൊലിച്ച് എല്ലാവരും മീറ്റിംഗ് കയറി കുറേ കാലം തോന്നി കഴിഞ്ഞിട്ട് വേർത്തൊലിച്ച് അകത്ത് കയറി ചെന്നു. പുള്ളി മാർപ്പാപ്പായെന്ന് പുള്ളി വിചാരിച്ചുവോ? ഇല്ലല്ലോ, വിചാരിച്ചില്ല. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇറ്റലിക്കാരനല്ലാത്ത, യൂറോപ്പിനല്ലാത്ത ഒരാൾ എലക്റ്റഡ് ആയെന്ന് പറയുമ്പോൾ ഇറ്റലിക്കാരെല്ലാം നെറ്റിച്ച് വിളിച്ചു. അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. പോളണ്ടിൽ നിന്ന് ഒരാൾ മാർപ്പാപ്പായാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ നിന്ന്. പക്ഷേ അദ്ദേഹം പാപ്പ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജനത്തോട് സംഭാഷിക്കാൻ വേണ്ടി കൈകൾ വിരിച്ച് ആശീർവാദം കൊടുത്തതിന് ശേഷം അങ്ങ് ഒരു കുഞ്ഞ് പ്രസംഗം പറഞ്ഞ് ഇറ്റലിക്കാരേക്കായിൽ വളരെ ഒഴുക്കുള്ള ഒന്നാമത്തെ ഇറ്റാലിയനിൽ സംസാരിച്ചപ്പോൾ കൈയടിച്ച് ആഹ്ലാദിച്ച് സന്തോഷിച്ച ജനം. ഇതാണ് ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ. അത് കഴിഞ്ഞ് അടുത്തയാൾ നമ്മൾ കണ്ടില്ലേ, എലക്ട് ചെയ്തില്ലേ? ആരും വിചാരിച്ചതല്ല. സ്കോള എന്ന് പറഞ്ഞ കർദിനാളൊക്കെ പാപ്പയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ. അന്നേരമാണ് ആരും ഒരു പേര് പോലും കേൾക്കാത്ത ഒരാൾ, അതായത് ജോർജിയോ ബുർഗോളിയോ എന്ന് പറയുന്ന ആൾ, അവിടെ അർജന്റീനയിൽ നിന്ന് വന്നയാൾ പാപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫ്രാൻസിസ് എന്ന് പേര് കിട്ടു. അതിന് മുമ്പാണ് ബെനഡിക്റ്റ് പാപ്പ. ബെനഡിക്റ്റ് പാപ്പയുടെ കാര്യം പിന്നെ എല്ലാവർക്കും അറിയായിരുന്നു. കാരണം ജോൺ പോൾ സെക്കൻഡിൻ്റെ എലക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ, എലക്ഷൻ നടന്നപ്പോഴത്തേക്കും തന്നെ ആ മൃതശരീരത്തിൽ വെച്ചുകൊണ്ട് ആ പ്രസംഗം പറഞ്ഞപ്പോഴേ എല്ലാവർക്കും തോന്നി ഇത് അടുത്ത പാപ്പയാണ്. അതങ്ങനെ വാസ്തു. അതുകൊണ്ട് അധികം സമയം കോൺക്ലേവിന് എടുത്തില്ല. ഉടനെ പെട്ടെന്ന് ഇലക്ഷൻ നടത്തി. ഇപ്പം നടന്നു. കാരണം പെട്ടെന്ന് ആരും പ്രതീക്ഷിച്ചൊന്നുമില്ല, ആരും പറഞ്ഞുമില്ല. കാരണം അദ്ദേഹം ദൈവശാസ്ത്രജ്ഞനാണ്, റാറ്റ്സിംഗർ എന്ന് പറയുന്ന ആളാണ് വന്നിരിക്കുന്നയാൾ. പിന്നെ നമ്മൾ കണ്ടില്ലേ, അടുത്ത പാപ്പയുടെ ഇലക്ഷൻ കണ്ടില്ലേ, ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തൊരു ദൈവത്തിൻ്റെ കരുണ ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന കണ്ടില്ലേ. ഒരുപാട് പേര് പാപ്പയാണെന്ന് വിചാരിച്ചു. ഈ മനുഷ്യൻ്റെ പേര് ആരും പറഞ്ഞില്ല. കാരണം കൊച്ചു കർദിനാൾ 2023 കർദിനാളായതേയുള്ളൂ, അമേരിക്കനാണ്. അദ്ദേഹത്തെ ദൈവം ഈ മോശയെ വളർത്തിയ പോലെ അതായത് മോശയെ വളർത്തിയ പോലെ അദ്ദേഹത്തെ ഫസ്റ്റ് വേൾഡിൽ ജനിപ്പിച്ചു, അവിടെ വളർത്തി. അതിന് ശേഷം എന്ത് ചെയ്തു? തേർഡ് വേൾഡിലേക്ക് വിട്ടു. എവിടെ? ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടെ പോയി വീടുകളെല്ലാം കയറി ഇറങ്ങി നടന്ന് പാവങ്ങളുടെ വീടുകളിലൂടെ നടന്ന് സഞ്ചരിച്ച് കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ സ്പിരിച്വാലിറ്റി ലോകം മുഴുവൻ അറിഞ്ഞു പോറനെ അവിടുന്ന് പൊക്കി മെത്രാനാക്കിക്കൊണ്ട് മെത്രാന്മാരുടെ കോൺഗ്രിഗേഷനെ പ്രീഫെക്റ്റാക്കി. ഇപ്പോൾ പാപ്പയുടെ അടുത്തെത്തി. അത് കഴിഞ്ഞ് 2023 ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ നാളാക്കി. ആരും വിചാരിക്കുന്നത് ഇത്രയും ചെറുപ്പമാണ്, 68 വയസ്സായും, അറിയാൻ പാടില്ല. എന്തായാലും ശരി, വലിയ പ്രായമൊന്നുമില്ല. ഇപ്പം നല്ല ആരോഗ്യത്തോടെ ചോണയായിട്ട് നടക്കുന്നുണ്ടല്ലേ. ആ സെലക്ട് ചെയ്യപ്പെട്ടപ്പോഴല്ലേ പെട്ടെന്ന് പറയുന്നത് അമേരിക്കൻ ഒരാളുകൾ പാപ്പായിരിക്കും കേട്ടപ്പം. ഇതാണ് കർത്താവിൻ്റെ സഭയുടെ പ്രത്യേകത. അത് പത്രോസിൻ്റെ പിൻഗാമിയെ കർത്താവ് നിശ്ചയിക്കുന്നതാണ്, നമുക്കൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഈ കാണുന്ന സഭയാവുന്ന യാഥാർത്ഥ്യം ഈശോയുടെ ശരീരത്തിന് തുടർച്ചയാണ്. അതുകൊണ്ട് ആരെങ്കിലും സഭയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ സഭയെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ സഭയ്ക്കൊന്നും ഒരു കുറവും വരാൻ പോകുന്നില്ല. സഭയെ വേണ്ടെന്ന് പറയുന്നത് മണ്ടൻ. സഭയെ വേണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മാവിൻ്റെ കാര്യത്തിനായി വേണ്ടെന്ന് പറയും. അപ്പം നാം മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ ഈ ഭാഗത്തേക്ക് വരുമെന്ന് നാം മനസ്സിലാക്കേണ്ടത് ശിഷ്യത്വത്തിലൊരു പുനരുദ്ധാരണം നടക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് യോഹന്നാനിൽ കാണും. നമുക്കൊരു മാതൃക. നമ്മൾ വഴിതെറ്റി പോകാം, അപ്പം തമ്പുരാൻ പുനരുദ്ധരിക്കും. കർത്താവ് ഈ പത്രോസിനെ പുനരുദ്ധരിക്കുന്നു, എന്നിട്ട് രക്തസാക്ഷിത്വത്തിന് വേണ്ടി അതിനെ ഒരുക്കുകയാണ്. അപ്പോൾ ആ ശിഷ്യത്വം എന്ന് പറയുന്നത് എന്താ? സ്നേഹബന്ധമാണ്. ഇതല്ലേ ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നു? ഇവരെക്കാൾ എല്ലാക്കാരും ഉപരിയായി എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ
ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന സ്നേഹബന്ധമാണ്. സ്നേഹത്തിൻ്റെ പല പദങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അഗാപ്പയാണ്. അഗാപ്പ എന്ന ഗ്രീക്ക് പദം. മറ്റൊരു പദം ഫീലെയിൻ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടർത്ഥമാണ്. ഫീലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണഗതിയിലെ സൗഹൃദത്തിനാണ് ഫീലെയിൻ എന്ന് പറയുന്നത്, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്താണ്. അഗാപ്പ എന്ന് പറഞ്ഞാൽ അതായത് ദൈവസ്നേഹമാണ്, തന്നെ വിട്ടുകൊടുക്കുന്ന സ്നേഹമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഇനിമേൽ നിങ്ങൾ ദാസന്മാരില്ല, നിങ്ങളെ ഞാൻ സ്നേഹിതന്മാരെന്ന് വിളിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ചോദിക്കുക, ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നവർക്ക് അഗാപ്പെ നിൻ്റെ ഉള്ളിലുണ്ടോ? നിന്നെ തന്നെ കൊടുക്കാൻ, അതായത് നിന്നെ വിട്ട് നിന്നേക്കാൾ അതീതമായി നിന്നെ സ്നേഹിക്കുന്ന സ്നേഹം അതുണ്ടോ നിങ്ങൾ ചോദിക്കുന്നത്? അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് 10 ഞാൻ തയ്യാറാണ്. അപ്പോൾ തമ്പുരാൻ്റെ കൃപ, രക്തസാക്ഷിയുടെ കൃപ നൽകുകയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നാം കാണുന്ന 3 ഘട്ടങ്ങൾ. 1 യോഹന്നാൻ 13:37 ഞാൻ ജീവൻ ത്യജിച്ചാലും നിൻ്റെ കൂടെ വരുമെന്ന് ആദ്യം പറയുമ്പോൾ ഇല്ലില്ല, അതിന് സമയമായിട്ടില്ല, നീ രാത്രി കോഴി കൊന്നുണ്ട് 3 നാൾ ഉപേക്ഷിച്ചെന്ന് പറയുന്ന അവിടെയാണ്. യോഹന്നാൻ 13. യോഹന്നാൻ 18 പറയുന്നു ഞാൻ അറിയേയില്ല, തള്ളി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് കണ്ടില്ലേ. 3ാമത്തെ ഘട്ടം യോഹന്നാൻ 21 പറയുന്നു പുനരുദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, ശിമേൻ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ അജപാലന ശുശ്രൂഷ സ്നേഹത്തിന് ശുശ്രൂഷയാണ്. അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? കർത്താവ് പറയുന്ന നീ മേയ്ക്കുക, പോറ്റുക എന്ന് പറയും. ബോസ്കൈൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്, പോറ്റുക. അതുപോലെ പോയി മെയിനൈൻ എന്ന് പറഞ്ഞ് പരിപാലിക്കുക. പജപാലന സ്നേഹം രക്തസാക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ടാണ് സ്വന്തം അരമുറുക്കി പോകുമെന്ന് പറയുന്ന സ്വന്തം ഹിതമനുസരിച്ച് പോകുന്നു. പക്ഷേ മറ്റുള്ളവൻ അരമുറുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇഷ്ടമില്ലാതെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഉത്ഥാന ശേഷം പരിശുദ്ധാത്മാവ് സ്വീകരിച്ച ശക്തി കിട്ടി. പത്രോസിൻ്റെ ബലക്ഷയം മാറി, പരിശുദ്ധാത്മാവിനെ ശക്തി കിട്ടി. അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞു, ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുകയില്ല, എന്നാൽ പിന്നീട് നിന്നെ അനുഗമിക്കും. യോഹന്നാൻ 13:36. പിന്നീട് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിയും. നമ്മളിന്ന് ഇവിടെ സമാപിപ്പിക്കുക. അതായത് ഈ 3ാം ഞായറാഴ്ച നമ്മളെ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തിയ പത്രോസിനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ട് പടിപടിയായിട്ട് പന്തക്കോസ്തായിലേക്ക് ദൈവാത്മാവിന്റെ ജീവിതത്തിലേക്ക് ദൈവം നമ്മെ ഒരുക്കുന്നു. തമ്പുരാനെ സ്തുതി. കർത്താവ് ഈശോയുടെ കൃപയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.